ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ പാർട്ട് 3 ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. 2023-24 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങൾ, വ്യക്തികൾ, വിയോഗങ്ങൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വിഷയം സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, വനിതാ രത്ന പുരസ്കാരം, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുറച്ച് കോഡുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്വരാജ് ട്രോഫി 2022-2023 ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരത്തിനാണ്, സെക്കൻഡ് കൊല്ലമാണ്. ഓക്കെ, പഞ്ചായത്തിൻ്റെ കാര്യമാണെങ്കിൽ ഫസ്റ്റ് നീലേശ്വരം പെരുമ്പടവ്, സെക്കൻഡ് വൈക്കം. ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഫസ്റ്റ് വലിയ പറമ്പ, സെക്കൻഡ് മുട്ടാർ, തേർഡ് മരങ്ങാട്ടുപിള്ളി. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഗുരുവായൂരാണ്, സെക്കൻഡ് വടക്കാഞ്ചേരി, തേർഡ് ആന്തൂർ. മുനിസിപ്പൽ കോർപ്പറേഷൻ ഫസ്റ്റ് തിരുവനന്തപുരം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കോഡിൽ വെച്ചിട്ട് സ്വരാജ് ട്രോഫി നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, സ്വരാജ് ട്രോഫി 2022-23 ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരത്താണ്, രണ്ടാം സ്ഥാനം കൊല്ലം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. തിരുവനന്തപുരം കൊല്ലം അടുത്തടുത്താണല്ലോ. അപ്പോൾ തിരുവനന്തപുരം കൊല്ലം ഒന്ന് നിങ്ങൾ ജില്ല പറയുമ്പോൾ ജില്ലകളാണ്, തിരുവനന്തപുരം കൊല്ലം ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, തിരുവനന്തപുരം ഫസ്റ്റ്, കൊല്ലം സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്, സമ്മാനത്തുക ഇമ്പോർട്ടൻ്റ് അല്ല, അപ്പോൾ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. സമ്മാനത്തുക എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്തിന് 50 ലക്ഷം, രണ്ടാം സ്ഥാനത്തിന് 40 ലക്ഷം. ഓക്കെ, സെക്കൻഡ് പഞ്ചായത്ത്. ഓക്കെ, സ്വരാജ് ട്രോഫി ലഭിച്ച പഞ്ചായത്ത് ആദ്യം ഫസ്റ്റ് കിട്ടിയത് നീലേശ്വരം പെരുമ്പടവ്, രണ്ടെണ്ണത്തിനുണ്ട്, നീലേശ്വരം ഉണ്ട്, പെരുമ്പടവും ഉണ്ട്. നീലേശ്വരം എവിടെയാണ്? കാസർഗോഡാണ്. അതുപോലെ പെരുമ്പടവ് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, അതുപോലെ ഒന്നും കൂടി ഉണ്ട്, വൈക്കം കോട്ടയം. അപ്പോൾ 3 പഞ്ചായത്തിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. 3 പഞ്ചായത്തിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൈക്കം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനമാണ് കേട്ടോ, രണ്ടാം സ്ഥാനമല്ല, ഒന്നാം സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയത് 3 പഞ്ചായത്തിനാണ്, നീലേശ്വരം, പെരുമ്പടവ്, വൈക്കം. ഓക്കെ, ഇതിനൊരു ചെറിയ കോഡുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു പഞ്ചായത്ത് ഓഫീസ് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ പഞ്ചായത്ത് ഓഫീസ് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് അവരെന്താ ചോദിക്കുക? നിൻ്റെ പേരെന്ന് ചോദിക്കും അല്ലേ, നിൻ്റെ പേരെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? വൈക്കം വിജയലക്ഷ്മി എന്ന് നിങ്ങൾ റിപ്ലൈ ചെയ്യും. ഓക്കെ, നിൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ വൈക്കം വിജയലക്ഷ്മി എന്ന് നിങ്ങൾ റിപ്ലൈ ചെയ്യുമെന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ പഞ്ചായത്ത് മീൻസ് പഞ്ചായത്ത് ലെവലിൽ ആർക്കാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് ചോദിക്കുന്നത് പഞ്ചായത്ത്. അപ്പോൾ പഞ്ചായത്ത് പോയാൽ എന്താ? നിൻ്റെ പേരെന്ന്, നിൻ്റെ നീലീശ്വരം, പേരെന്ത്, പേരുമ്പടവ്. ഓക്കെ, അപ്പോൾ വൈക്കം വിജയലക്ഷ്മി, വൈക്കം. ഓക്കെ, അപ്പം 3 കണക്ട് ചെയ്യാലോ. അപ്പം നിൻ്റെ പേരെന്ന് വൈക്കം വിജയലക്ഷ്മി എന്ന് പറയും പഞ്ചായത്തിൽ പോയാൽ. ഓക്കെ, പഞ്ചായത്ത്. അപ്പം 3 ഒന്നാം റാങ്കാണ്, മീൻസ് ഫസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം 3 പഞ്ചായത്തിനും 40 ലക്ഷം വീതമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 40 ലക്ഷം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് വലിയ പറമ്പ, സെക്കൻഡ് മുട്ടാർ, തേർഡ് മരങ്ങാട്ടുപിള്ളി. അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം? ഒരു ചെറിയ കോഡുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, വലിയ മുട്ടമരം, അതാണ് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഗ്രാമത്തിൽ ഇഷ്ടംപോലെ കോഴികളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ കോഴി മുട്ടയൊക്കെ കണക്ട് ചെയ്യുക, ഒരുപാട് മരങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്രാമമായിട്ട് വലിയ മുട്ടമരത്തെ കണക്ട് ചെയ്യാലോ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് വലിയ മുട്ടമരം. വലിയ മീൻസ് വലിയ പറമ്പ, വലിയല്ലേ, അപ്പോൾ ഒന്നാം സ്ഥാനമാണെന്ന് ആലോചിക്കുക, വലിയ പറമ്പ. രണ്ടാം സ്ഥാനം മുട്ടാറ്. ഓക്കെ, മൂന്നാം സ്ഥാനം മരങ്ങാട്ടുപിള്ളി, വലിയ മുട്ടമരം. എവിടെയാണ് ഉണ്ടാവുക വലിയ മുട്ടമരം? ഗ്രാമത്തിലാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഗ്രാമപഞ്ചായത്തായിട്ട് കിട്ടും. ഈ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും നിങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് പോകരുത്. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നിൻ്റെ പേരെന്ന് വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന ആലോചിക്കുക. പഞ്ചായത്ത് ഓഫീസുമായിട്ട് കണക്ട് ചെയ്യാം. ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഗ്രാമമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഗ്രാമത്തിൽ എന്തുണ്ടാവും? വലിയ മുട്ടമരം ഉണ്ടാവും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് മുനിസിപ്പാലിറ്റിയുടെ തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഗുരുവായൂരാണ്, രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരിയാണ്, മൂന്നാം സ്ഥാനം ആന്തൂരാണ്. ആന്തൂർ കണ്ണൂരാണ് കേട്ടോ, കണ്ണൂർ. അപ്പോൾ
ഇതിന് സമ്മാനം കിട്ടിയിട്ടുള്ളത് 50 ലക്ഷം, 40 ലക്ഷം, 30 ലക്ഷം. ഫസ്റ്റിന് 50, സെക്കൻഡിന് 40, തേർഡിന് 30 ലക്ഷം. ഓക്കെ, സമ്മാനം തുക ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷെ നിങ്ങൾ ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, മുനിസിപ്പാലിറ്റിയിൽ ഞാനൊരു ചെറിയൊരു കോഡാക്കിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഗുരുവിന് വടക്കാണ് അന്ത്യം. മുനിസിപ്പാലിറ്റി അല്ലേ, അപ്പം ഗുരുവിന് വടക്കാണ് അന്ത്യം. അപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി ആണല്ലോ, മുനിസിപ്പാലിറ്റി മുനിയാണല്ലോ. മുനി എന്ന് പറഞ്ഞാൽ സന്യാസി, ഒരു ഗുരുവാണെന്ന് കണക്ട് ചെയ്യാലോ. മുനി, ഗുരു കണക്ട് ചെയ്യാലോ. അപ്പം ഗുരുവിന് വടക്കാണ് അന്ത്യം. മുനി അല്ലേ, മുനിസിപ്പാലിറ്റി. മുനി എന്ന് കേൾക്കുമ്പോൾ തന്നെ തോന്നണം എന്താണ്, മുനി ഒരു ഗുരുവാണ്. അപ്പോൾ ഗുരുവിന് അന്ത്യം എവിടെയാണ്, വടക്കാണ്. ഗുരുവിന് വടക്കാണ് അന്ത്യം. അപ്പോൾ ഈ കോഡ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3, ഫസ്റ്റും സെക്കൻഡും തേർഡും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. ദ ലാസ്റ്റ് വൺ, മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ ഫസ്റ്റ് വരുന്നത് തിരുവനന്തപുരമാണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഒരു ചെറിയൊരു കോഡ് ഞാൻ പറയാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കണ്ടുവെക്കുക. ഓക്കെ, മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലേ, അപ്പോൾ മുനിസിപ്പാലിറ്റിയുമായിട്ട് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യരുത്. മുനിസിപ്പാലിറ്റി ആണ് നേരത്തെ പറഞ്ഞത്, മുനി ഗുരു വടക്കാണ് അന്ത്യം എന്ന് പറഞ്ഞത്. ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലേ, അപ്പം ഇതിൻ്റെ മുന്നും അതുപോലെ കോർപ്പറേഷൻ്റെ കോവും എടുത്തിട്ട് മുൻകോപം എടുത്തു. മുൻകോപം മീൻസ് മുൻകോപക്കാരി തിരുവനന്തപുരത്താണെന്നുള്ളൊരു ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മുൻകോപക്കാരി തിരുവനന്തപുരത്താണ്. ഓക്കെ, മുൻകോപക്കാരി എവിടെയാണ്, തിരുവനന്തപുരത്താണ്. അപ്പം മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരത്താണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം. സ്വരാജ് ട്രോഫി 2022, 2023 ജില്ലാ പഞ്ചായത്ത് ഫസ്റ്റ് തിരുവനന്തപുരം, സെക്കൻഡ് കൊല്ലം. ജില്ലാ പഞ്ചായത്താണ്. ഓക്കെ, നെക്സ്റ്റ് വെറും പഞ്ചായത്ത്. അപ്പോൾ പഞ്ചായത്ത് പോയാൽ അവരെന്താ ചോദിക്കുക, പേരെന്താണോ ചോദിക്കും അല്ലേ, നിന്റെ പേരെന്താണോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, വൈക്കം വിജയലക്ഷ്മി എന്ന് പറയും. അപ്പോൾ നീലേശ്വരം, പെരുമ്പടവ്, വൈക്കം 3 ഫസ്റ്റ് സ്ഥാനമാണ്. ഓക്കെ, ദെൻ ഗ്രാമപഞ്ചായത്ത് വരുമ്പോൾ എന്താ, ഗ്രാമമാണ് ഓർക്കേണ്ടത്. ഗ്രാമത്തിലുള്ള ഒരു വലിയ മുട്ടമരം ഉണ്ടാകും, വലിയ മുട്ടമരം. അപ്പോൾ ഫസ്റ്റും വലിയ പറമ്പ, സെക്കൻഡ് മുട്ടാറ്, തേർഡ് മരങ്ങാട്ട് പിള്ളി. നെക്സ്റ്റ് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി, മുനി. അപ്പം മുനിയും ഗുരുവായിട്ട് ട്വിസ്റ്റ് ചെയ്യുക, മീൻസ് കണക്ട് ചെയ്യുക. ഫസ്റ്റ് ഗുരുവായൂർ, സെക്കൻഡ് വടക്കാഞ്ചേരി, തേർഡ് ആന്തൂർ കണ്ണൂരാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പം മുൻകോപക്കാരി ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്. ഓക്കെ, 50 ലക്ഷം രൂപയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ സ്വരാജ് ട്രോഫിയിൽ പറയാനുള്ളൂ. വളരെ ഈസിയാണ്. ഓക്കെ, കോഡ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, റിസ്ക് ഇല്ലാത്ത സാധനം. നെക്സ്റ്റ് മഹാത്മാ പുരസ്കാരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവിനാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്, പുരസ്കാരം കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവിന്. അതിൽ ഫസ്റ്റ് വരുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. ഫസ്റ്റ് പെരുങ്കടവിള, സെക്കൻഡ് അട്ടപ്പാടി, തേർഡ് കഞ്ഞിക്കുഴി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം. മഹാത്മാ പുരസ്കാരമാണ്, ബ്ലോക്ക് പഞ്ചായത്താണ്. ഓക്കെ, ബ്ലോക്ക് പഞ്ചായത്ത് പറയുമ്പോൾ ഒരു ബ്ലോക്കായി എന്ന് വിചാരിക്കുക. ബ്ലോക്കായി എങ്ങനെയൊക്കെയാണ് ബ്ലോക്ക് ആവുക, പെരുമ്പാമ്പൊക്കെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയ ബ്ലോക്ക് ആവും അല്ലേ, അട്ടയൊക്കെ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ കൂടിയാലും ബ്ലോക്ക് ആവും. അപ്പോൾ കഞ്ഞി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ആവും ഇല്ലേ. അപ്പം 3 ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും അത് കൃത്യമായിട്ട് ഓർക്കണം, മാറിപ്പോരത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പെരുമ്പാമ്പ് ഏറ്റവും വലിയ സാധനമാണല്ലോ, അപ്പോൾ അത് ഫസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പെരുമ്പാമ്പൊക്കെ ബ്ലോക്ക് ആവും, അല്ല പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവുമെന്ന് വിചാരിക്കുക. പെരുമ്പാമ്പ് വലിയ സാധനമാണല്ലോ, അപ്പോൾ അത് ഫസ്റ്റ് ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് പെരുമ്പാമ്പിനെക്കാട്ടും ചെറുതാണ് അട്ടപ്പാടി. അപ്പോൾ അട്ടയും പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലോക്ക് ആവും സ്വാഭാവികമായിട്ട്. അപ്പോൾ സെക്കൻഡ് അട്ടപ്പാടി. തേർഡ് കഞ്ഞിയൊക്കെ ചെറുതല്ലേ, കുറച്ച് ചെറിയ മീൻസ് വേസ്റ്റൊക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് തേർഡായിട്ട് കണക്കാക്കുക. ഓക്കെ, ഇപ്പോൾ കഞ്ഞിക്കുഴി ആലപ്പുഴയിലാണ് കേട്ടോ. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്, പെരുങ്കടവിള, പെരുമ്പാമ്പ്, അട്ടപ്പാടി, കഞ്ഞിക്കുഴി. ഓക്കെ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലേ. നെക്സ്റ്റ് ഗ്രാമപഞ്ചായത്തിൽ ഫസ്റ്റ് വരുന്നത് മഹാത്മാ പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ഫസ്റ്റ് കിട്ടിയത് വെള്ളാട, എടപ്പാൾ. 2 ഉണ്ട്, വെള്ളാടിയും എടപ്പാളും. സെക്കൻഡ് കള്ളിക്കാട്, തേർഡ് പുത്തൂർ. ഓക്കെ, ഇപ്പം ഞാനിത് ഓർത്ത് വെച്ചത്
എന്ന് പറഞ്ഞാൽ വെള്ളാട, എടപ്പാൾ, കള്ളിക്കാട്, പുത്തൂരാണ്. അപ്പോൾ ഈ 4 എണ്ണമാണ് ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചത് വെള്ളപ്പാല് കള്ളി പൂത്ത് വെച്ചു. വെള്ളപ്പാല് കള്ളി പൂത്ത് വെച്ചു. അപ്പോൾ ഈ പാലൊക്കെ ഉണ്ടാവുന്നത് ഗ്രാമത്തിലാണെന്ന് വിചാരിച്ചാൽ മതി. നേരത്തെ നമ്മൾ മുട്ട പറഞ്ഞ പോലെ ഇവിടെ പാലൊക്കെ ഉണ്ടാവുന്നത് പശുവും കോഴിയും ഒക്കെ എവിടെയാണ് ഗ്രാമത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ മുട്ടയായിട്ട് കണക്ട് ചെയ്യാം, ഇവിടെ പാലുമായിട്ട് കണക്ട് ചെയ്യാം പശു. ഓക്കെ, അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പറയുമ്പോൾ ഗ്രാമത്തിലാണ് പശുവൊക്കെ ഉണ്ടാവുന്നത്. വെറുതെ ചുമ്മാ ഒന്ന് ആലോചിക്കുക. അങ്ങനെ ആകുമ്പോൾ വെള്ളപ്പാല് കള്ളി പൂത്ത് വെച്ചു. വെള്ളപ്പാല്, വെള്ളാട, വെള്ളറട എന്നാണ് കേട്ടോ, വെള്ളറട. ഓക്കെ, വെള്ളറട തിരുവനന്തപുരം, വെള്ളറട, എടപ്പാല്. ഓക്കെ, വെള്ളപ്പാല് ആ രണ്ടും ഒന്നാണ്. ഫസ്റ്റ് സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തേത് കള്ളി, കള്ളിക്കാട്. ഓക്കെ, കള്ളിക്കാട്, കള്ളി പൂത്ത് വെച്ചു, പുത്തൂര്. ഓക്കെ, അപ്പോൾ വെള്ളപ്പാല് കള്ളി പൂത്ത് വെച്ചു. സിമ്പിൾ. അപ്പം മേലത്തെ എന്നാണ് പെരുമ്പാമ്പ്, അട്ട, കഞ്ഞി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ബ്ലോക്ക് ആവുന്ന കാര്യമൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. ഈ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെറിയ കാര്യം മനസ്സിലാക്കി വെക്കുക. നഗരമേഖലയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവിന് ലഭിക്കുന്നതാണ്. നഗരമേഖലയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവിന്. അപ്പം നേരത്തെ പറഞ്ഞ മഹാത്മാ പുരസ്കാരം എന്ന് പറഞ്ഞത് ഗ്രാമീണമാണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവിന്, ദേശീയ ഗ്രാമീണ. അപ്പം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം പറയുമ്പോൾ അയ്യങ്കാളി എന്നുള്ള പേര് വരുമ്പോൾ അത് എവിടെ വരും? നഗരത്തിൽ വരും. ഓക്കെ, അതിൽ കോർപ്പറേഷൻ ഫസ്റ്റ് വന്നത് കൊല്ലാണ്, മുനിസിപ്പാലിറ്റി ഫസ്റ്റ് വന്നത് വടക്കാഞ്ചേരി, സെക്കൻഡ് വൈക്കമാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. മഹാത്മാഗാന്ധി അയ്യങ്കാളി പുരസ്കാരം കോർപ്പറേഷനിൽ ഫസ്റ്റ് കൊല്ലം, മുനിസിപ്പാലിറ്റിയിൽ ഫസ്റ്റ് വടക്കാഞ്ചേരി, തൃശ്ശൂർ, സെക്കൻഡ് വൈക്കം, കോട്ടയം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വനിതാ രത്ന പുരസ്കാരം. വനിതാ രത്ന പുരസ്കാരം 1,00,000 രൂപയാണ്. 4 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. വിജി പെൺകൂട്ട് സാമൂഹ്യ സേവനത്തിന്. ജിലുമൺ മാരിയറ്റ് തോമസ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച വനിതയാണ്. ട്രിസ ജോളി കായിക മേഖലയിൽ ബാഡ്മിൻ്റൺ ആണ് അവരുടെ ഒരു മേഖല എന്ന് പറയുന്നത്. ദെൻ അന്നപൂർണി സുബ്രഹ്മണ്യം വിദ്യാഭ്യാസം ശാസ്ത്രം. ഓക്കെ, അപ്പം വനിതാരത്ന പുരസ്കാരം എന്ന് പറയുമ്പോൾ ഞാനൊരു ചെറിയ കോഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 പേരും നമുക്ക് ഈ 4 പേരും മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, ചോദിക്കുന്നതാണ്. അപ്പോൾ വനിതാരത്ന പുരസ്കാരം പറയുമ്പോൾ എൻ്റെ കോഡ് നിങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കുക. വനിതയാണല്ലോ, വനിത എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ പെൺകുട്ടി മഴയത്ത് ട്രീയുടെ താഴെ നിന്ന്, അടിയിൽ നിന്ന്, ട്രീ മീൻസ് മരത്തിൻ്റെ അടിയിൽ നിന്ന് അന്നം തിന്നു എന്നാലോചിക്കുക. ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ വരിക, ഇമാജിൻ ചെയ്യുക. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി മഴയത്ത്, ഭയങ്കര മഴയുണ്ടായിരുന്നു, ആ മഴയത്ത് ഒരു വലിയ ട്രീ, ഒരു മരം, ആ മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് ചോറുണ്ടെന്ന്, അന്നം തിന്നുന്നു. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ 4 പേരും ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ വനിതാരത്ന പുരസ്കാരം 1,00,000 രൂപയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു പെൺകുട്ടി പറഞ്ഞാൽ പെൺകൂട്ട്, വിജി പെൺകൂട്ട് ഒരു കണക്ട് ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്തു? മഴയത്ത് മീൻസ് മഴയുടെ വേറൊരു പേരാണ് മാരി എന്നൊക്കെ പറയുന്നത്. മാരിവില്ല് എന്നൊക്കെ പറയില്ല, മഴവില്ലിന്. അപ്പോൾ മാരി എന്ന് പറഞ്ഞാൽ എന്താണ്? മഴയാണ്. അപ്പോൾ മഴയത്ത്. അപ്പോൾ ജിലുമോൾ മാരിയറ്റ് തോമസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? മഴയത്ത് എന്ത് തിന്നു? ട്രീയുടെ അടിയിൽ നിന്നല്ലേ, ട്രീ മരത്തിൻ്റെ. അപ്പോൾ ട്രീസ ജോഡി കണക്ട് ചെയ്യാം. അന്നം തിന്നുന്നു, അന്നപൂർണി സുബ്രഹ്മണ്യം. അപ്പോൾ ഇത്രയും 4 പേര് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അവരുടെ ഏത് എന്താ പറയുക മേഖലയാണെന്നും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. വിജി പെൺകൂട്ട് സാമൂഹ്യ സേവനമാണല്ലേ, പെണ്ണുങ്ങളുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നത് സാമൂഹ്യ സേവനമാണെന്നൊക്കെ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്നില്ലേ പെൺകുട്ടികളുമായിട്ടൊക്കെ കൂട്ടുകൂടുക, സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. വിജി പെൺകൂട്ട് പറഞ്ഞാൽ സാമൂഹ്യ സേവനം, പെൺകുട്ടികളുമായിട്ടൊക്കെ കൂട്ടുകൂടി ഒരു സമൂഹത്തിൽ ഒരു അംഗമായിട്ട് മാറുന്ന, ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഒരു സാമൂഹ്യ സേവനം പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. വിജി പെൺകൂട്ട് സാമൂഹ്യ സേവനം. നെക്സ്റ്റ് ജിലുമോൾ മാരിയറ്റ് തോമസ് എന്താണ് പറയുന്നത്? പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിത എന്ന വിഭാഗത്തിലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ജിലുമൺ മാരിയറ്റ്. അപ്പം മാരിയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജ് വെച്ച് കണക്കാക്കിക്കൂടെ? അപ്പം ഈ മാരേജ് കഴിഞ്ഞ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു അനുഭവിച്ച പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. ആര്? ജിലുമോൾ മാരിയറ്റ്. അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് ജിലുമോൾ മാരിയറ്റ്. അപ്പം മാരേജ് ഒക്കെ കഴിഞ്ഞ്
പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച ഒരു പെൺകുട്ടിയാണെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് കിട്ടിയില്ലേ. നെക്സ്റ്റ് ട്രീസ ജോളി. ട്രീസ ജോളി എന്താണ്? കായിക മേഖലയാണ്, ബാഡ്മിൻ്റൺ താരമാണ്. അപ്പോൾ ട്രീസ ജോളി അല്ലേ, അപ്പോൾ അധികം ജോളി അടിക്കുന്നത് ബാഡാണെന്ന് ആലോചിച്ചാൽ മതി. അധികം ജോളി അടിക്കുന്നത് ബാഡാണ്, അധികം ജോളി അടിച്ച് നടക്കാൻ പാടില്ലല്ലോ, അപ്പോൾ അത് ബാഡാണെന്ന് ആലോചിച്ചാൽ ബാഡ്മിൻ്റൺ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ അന്നപൂർണി സുബ്രഹ്മണ്യം എന്താണ്? വിദ്യാഭ്യാസം ശാസ്ത്രം. അപ്പം അന്നപൂർണേശ്വരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം അത് ഒരു വിദ്യാഭ്യാസമായിട്ട് മീൻസ് വിദ്യാഭ്യാസം അല്ല, നമ്മൾ അരിയിലൊക്കെ എഴുതുന്നതൊക്കെ നിങ്ങൾക്കറിയാലോ, അരിയിലൊക്കെ എഴുതിയിട്ട് ആദ്യാരംഭം വിദ്യാരംഭം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അന്നപൂർണ എന്ന് പറയുമ്പോൾ ഒരു അരിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പം അരിയിൽ എഴുതിയിട്ട് വിദ്യാഭ്യാസം നേടുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നപൂർണി സുബ്രഹ്മണ്യം വിദ്യാഭ്യാസം ശാസ്ത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്. വനിതാരത്ന പുരസ്കാരം 1 ലക്ഷം വിജി പെൺകുട്ടി അല്ലെ പെണ്ണും മഴയത്ത് ട്രീൻ്റെ കീഴിലിരുന്നിട്ട് അന്നം തിന്നും. വിജി പെൺകുട്ടി, ജിലുമോൾ, മാരിയറ്റ് തോമസ്, ട്രീസ ജോളി, അന്നപൂർണി സുബ്രഹ്മണ്യം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് കുറച്ചൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചു വയ്ക്കുക. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രത പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ കെ രാമൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രത. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ചെറുവയൽ കെ രാമനാണ്. കാരണം അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, കർഷകനാണ്. ഭക്ഷ്യഭദ്രത പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ കെ രാമൻ. അദ്ദേഹത്തിൻ്റെ സമ്മാനത്തുക ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് പറയുമ്പം പറഞ്ഞേ ഉള്ളൂ. 11,111. 2023 പത്മശ്രീ ജേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. അദ്ദേഹം ഒരു കർഷകനാണ്. ഓക്കെ, നെക്സ്റ്റ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിന്നർ വിയ്യപുരം ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിന്നർ ആരാണ്? വിയ്യപുരം ചുണ്ടൻ. ഓക്കെ, നെഹ്റു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു വയ്യാത്ത മനുഷ്യനായിട്ടായിരിക്കില്ല ഉണ്ടാവുക. കാരണം അദ്ദേഹത്തിൻ്റെ വയസ്സായ ഒരു സമയമായിരിക്കും എന്ന് ചുമ്മാ വിചാരിക്കുക. അതായത് നെഹ്റു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും വയസ്സായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ വയ്യാത്തൊരു പേഴ്സൺ ആയിരിക്കും എന്ന് ചുമ്മാ വിചാരിച്ചു കഴിഞ്ഞാൽ നെഹ്റു വയ്യാത്തത് വിയ്യ എന്നൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിന്നർ ആരാണ്? വിയ്യപുരം ചുണ്ടൻ. നെക്സ്റ്റ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ജ്ഞാനപ്പാന പുരസ്കാരം 2024 ജ്ഞാനപ്പാന പുരസ്കാരം കിട്ടിയത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ജ്ഞാനപ്പാന എന്ന് പറയുന്നത് പൂന്താനം നമ്പൂതിരിനെ അറിയോ? പൂന്താനം നമ്പൂതിരിൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിൽ കൃഷ്ണനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ജ്ഞാനപ്പാന. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് അത് അറിയുന്നവർക്കാണെങ്കിൽ രാധാകൃഷ്ണനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2024 ജ്ഞാനപ്പാന പുരസ്കാരം എന്നല്ലേ. അപ്പോൾ പാന മീൻസ് പന എന്നൊക്കെ ആലോചിക്കുക. ഈ പനേൻ്റെ മുകളിലൊക്കെ കാക്ക ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി. പന അല്ലേ, പനയുടെ മുകളിലൊക്കെ കാക്കയുണ്ടാവും. അപ്പോൾ ജ്ഞാനപ്പാന, പനയുടെ മുകളിൽ കാക്കയുണ്ടാവും. കാക്കശ്ശേരി ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം റഫീഖ് അഹമ്മദ്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കടമ്മനിട്ട പുരസ്കാരമാണല്ലോ, കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. അതിൽ കടമ്മനിട്ടയിൽ കടം എടുക്കുക. അതുപോലെ റഫീഖിലെ ഫ്രീക്ക് ആയിട്ട് എടുക്കുക. ഒന്നിക്കലും ഇങ്ങനെ ആലോചിക്കുക, കടമാണല്ലോ, അപ്പോൾ കടം വാങ്ങിയിട്ട് ഫ്രീക്കായിട്ട് നടക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ചുമ്മാ കണക്ട് ചെയ്താൽ മതി. കടം വാങ്ങിയിട്ട് ഫ്രീക്കായിട്ട് നടക്കുക, ഫീക്ക് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ കടമ്മനിട്ട കടം. അപ്പോൾ കടം വാങ്ങിയിട്ട് ഫ്രീക്കായി നടക്കുക. അപ്പോൾ റഫീഖ് അഹമ്മദ്. ഒന്നുകിൽ അങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ കടം വാങ്ങി ഫീ കൊടുക്കുന്നതായിട്ട് ആലോചിക്കില്ല. കടം വാങ്ങിയിട്ട് ഫീ കൊടുക്കാറില്ലേ. അപ്പോൾ കടം വന്നിട്ട് കടം ആലോചിക്കുക, റഫീഖ് ഫീ ആയിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ പെട്ടെന്ന് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം പരീക്ഷ ഹാളിൽ എത്തിയാൽ ഏതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്താന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ടും ഒന്ന് കേട്ട് ഒന്ന് ഓർപ്പിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ദേവിക റജി. ഓക്കെ, 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം. ബുക്ക് ഓഫ് ദി
ഇയർ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ദേവിക റെജി. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. മാതൃഭൂമി എന്നല്ലേ, മാതൃഭൂമി എന്നില്ല, ഭൂമി എടുക്കുക, ദേവികയുണ്ട്, ദേവി എടുക്കുക. അപ്പം ഭൂമി ദേവി എന്ന് ആലോചിച്ചൂടെ? 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് മാതൃഭൂമിയാണല്ലോ. ഭൂമി ദേവി, ഭൂമി ദേവി, അപ്പം ദേവിക റെജി. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, MK സാനു പുരസ്കാരം 2024 നേടിയത് MT വാസുദേവൻ നായർ. MK സാനു വാസു. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു അക്ഷരത്തിൽ നിന്ന് MK പറയുമ്പം ഇവിടെ MK ഇവിടെ MT, രണ്ടിലെ M ഉണ്ട്. അതുപോലെ പേര് സാനു പുരസ്കാരമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വാസുദേവൻ നായർ. അപ്പോൾ അത് അക്ഷരം വെച്ചിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ റിസ്ക് ആണ് വിചാരിച്ചിട്ട് പഠിക്കാതെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. കോഡുകൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഡുകളൊന്നും ഉറപ്പിച്ച് വെക്കുക, അത്രയും മാത്രമേ വേണ്ടൂ. അതും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കരുത്. ഒരു 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് നിങ്ങളൊന്ന് പറയണം. ഓക്കെ, കാരണം എടുത്തത് മനസ്സിലായോ എന്നറിയണ്ടേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: വനിതാരത്ന പുരസ്കാരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച വനിത എന്ന നിലയിൽ ലഭിച്ചത് ആർക്ക്? വനിതാരത്ന പുരസ്കാരം 2023 കേട്ടോ ഇത് പറഞ്ഞത്, വനിതാരത്ന പുരസ്കാരം. അപ്പോൾ 2023 വനിതാരത്ന പുരസ്കാരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച വനിത എന്ന നിലയിൽ ലഭിച്ചത് ആർക്ക്? ഓക്കെ, അപ്പോൾ ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ എന്താ പറയുക കോഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.